തുരുത്തിപ്പള്ളി സെന്റ് മേരീസ് വലിയ പള്ളിയിൽ എട്ടുനോമ്പാചരണത്തിന് ഭക്തി നിർഭരമായ സമാപനം. വിശുദ്ധ സൂനോറോ വണങ്ങാനെത്തിയത് അനേകങ്ങൾ. ചടങ്ങുകൾക്ക് പ്രമുഖ വൈദികർ നേതൃത്വം നൽകി. അനേകങ്ങൾക്ക് ആശ്രയവും അഭയകേന്ദ്രവുമായ ദേവാലയമാണ് തുരുത്തിപ്പള്ളി സെന്റ് മേരീസ് വലിയ പള്ളി. രണ്ടാം മണർകാട് എന്നറിയപ്പെടുന്ന ഈ ദേവാലയത്തിൽ എട്ടുനോമ്പാചരണം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. സമാപനത്തോടനുബന്ധിച്ച് വർഷത്തിലൊരിക്കൽ മാത്രം പുറത്തെടുക്കുന്ന ദൈവമാതാവിന്റെ വിശുദ്ധ സൂനോറോ വണങ്ങുവാൻ ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തിച്ചേർന്നു. രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ആബൂൻ മോർ ബസേലിയസ് ജോസഫ് കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് നടന്ന നേർച്ച സദ്യ, പ്രദക്ഷിണം, വിശുദ്ധ സ്ലീബ എഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകളിലും അനേകങ്ങൾ പങ്കാളി. പള്ളി വികാരി ഫാദർ സജി ജോബ് മുണ്ടയ്ക്കൽ, സഹവികാരിമാരായ ഫാദർ എബിൻ ഏലിയാസ് കാവുകാട്ട്, ഫാദർ എൽദോസ് ജോർജ് തുരുത്തേൽ, ട്രസ്റ്റിയും സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗവുമായ ജിൻസ് ജോർജ് ആയത്തുകൂടി തുരുത്തി, ട്രസ്റ്റി MP മത്തായി മുതിരക്കാലായിൽ, ജനറൽ കൺവീനർ സിജോ മാത്യു കോച്ചേരിൽ, സാജു പോൾ മേനാച്ചേരി, പ്രോഗ്രാം പബ്ലിസിറ്റി കൺവീനർ റെജിമോൻ TV പറമ്പത്ത് എന്നിവർ തിരുനാളാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. തുരുത്തിപ്പള്ളി വലിയ പള്ളിയിലെ 8 നോമ്പ് പെരുന്നാളിൻ്റെ സമാപന ദിവസമാണല്ലോ ഇന്ന്. 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ ആയിരക്കണക്കിന് വിശ്വാസികൾ ഇവിടെ കടന്നു വന്ന് പ്രാർത്ഥനയും ദൈവസന്നിധിയിലുള്ള അഭയാചനയുമായി ആത്മീയ നിറവിൽ ഒരുപാട് പേർക്ക് അനുഗ്രഹമായി ദേവാലയം മാറുന്നു എന്നുള്ളത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രധാന പെരുന്നാൾ ദിവസമായി ഇന്ന് 10,000-കണക്കിന് വരുന്ന ആളുകൾക്ക് വിശുദ്ധ ദൈവമാതാവിൻ്റെ സൂനോറോ വണങ്ങുവാനുള്ള സൗകര്യം പള്ളിക്കാരൻ ചെയ്തിരിക്കുകയാണ്. കടന്നു വരുന്ന എല്ലാവർക്കും വിപുലമായിട്ടുള്ള സദ്യ ഇവിടെ ക്രമീകരിക്കുന്നുണ്ട്. വർഷത്തിലൊരിക്കൽ മാത്രം കിട്ടുന്ന ഒരു അനുഭവമാണ് സൂനോറോ വണങ്ങുവാനും ഇവിടെ പ്രാർത്ഥനയ്ക്കായി കടന്നു വരുവാനും. ഈ പ്രദേശത്തെ ഉത്സവത്തിൻ്റെ വലിയൊരു അനുഭവമായി നാനാജാതി മതസ്ഥരായ ആളുകൾ ഇതെല്ലാം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് സന്തോഷം പകരുന്നൊരു അനുഭവമാണ്. ഇന്ന് യാക്കോബ സുറിയാനി സഭയുടെ പ്രാദേശിക തലവൻ ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻ മോർ ബസേലിയസ് ജോസഫ് ബാവ വിശുദ്ധ ബലി അർപ്പിക്കുകയും സൂനോറോ പേടകത്തിനെടുത്ത് വിശ്വാസികൾക്ക് വണങ്ങുവാൻ തക്കവണ്ണം ആശീർവാദം നൽകുകയും ചെയ്തത് നന്ദിയോടെ ഓർക്കുകയാണ്. പെരുന്നാൾ ചടങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും നന്മയും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് വളരെ വിനയത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.